ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ അടുക്കളയിൽ വന്നിട്ട് ചായക്കുള്ള വെള്ളം ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ ചോറ് വയ്ക്കാനൊക്കെയുള്ള വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മോട്ടർ ഇട്ടു കേട്ടോ. മോട്ടർ ഇട്ടുന്ന ആ സമയത്താണ് അതിലേക്കുള്ള വെള്ളം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ മോട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെയുള്ള ചെമ്പൊക്കെ ഒന്ന് ഒലമ്പി വെച്ച് ആദ്യം, എന്നിട്ടാണ് കേട്ടോ അതിലേക്കുള്ള വെള്ളം പിടിക്കണേ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം പൈപ്പിൽ നിന്ന് തുറന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വരുന്ന വെള്ളമല്ലേ, അപ്പോൾ അത് കുറച്ച് പൊടിയൊക്കെ കലർന്നൊരു വെള്ളമാവും. എന്താ വെച്ചാൽ കിണറ്റിലിപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. പിന്നെ കിണറിൽ വെള്ളം വിടുന്ന ആ സമയത്തുള്ളൂ കുറച്ചും കൂടി വെള്ളമൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് വരുന്ന വെള്ളം കുറച്ച് മണ്ണും പൊടിയൊക്കെ ആയിട്ടുള്ള ഒരു വെള്ളമാവും. അപ്പോൾ അത് കുറച്ചങ്ങോട്ട് കളഞ്ഞിട്ട് പിന്നെ ബാക്കി പിന്നെ വെള്ളം അങ്ങനെ 2 ചെമ്പിക്കും പിടിച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെ ഒന്ന് തുടച്ചിട്ടുണ്ട്. പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് അവിടേക്ക് വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ പിന്നെ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ചോറ് വെക്കണം. അണ്ടാവിൽ വെള്ളം ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് തലേദിവസം ഞാൻ പിടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഫുള്ള് വെള്ളമുണ്ട്. അപ്പോൾ പിന്നെ അതിന് കറി എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ പിടിക്കുന്നത്. അതിൽ വെള്ളം ഇല്ലാച്ച രാവിലെ തന്നെ പിടിച്ച് വയ്ക്കും. അത് നല്ല വെള്ളമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടേക്ക് ഒന്ന് തുടച്ചിട്ടു കേട്ടോ. തുടച്ചിട്ടതിന് ശേഷം ചായക്കുള്ള പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിതാ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചായ പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അതൊന്ന് പൊടിയൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നു സ്കൂളിലേക്ക് ചോറൊക്കെ കൊണ്ടുപോകേണ്ടി പറഞ്ഞിട്ടാണ് കേട്ടോ നേരത്തെ ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ ചോറ് അവന് കൊണ്ടുപോകണില്ല പറഞ്ഞു. കുറച്ച് നേരത്തെ അവൻ പോവുകയാണ് പറഞ്ഞു കേട്ടോ. സ്കൂൾ ബസ്സിന് പോവുകയാണ് പറഞ്ഞു. അനുവിനെ ഏട്ടനാണ് കേട്ടോ കൊണ്ടാക്കണേ. അപ്പോൾ അങ്ങനെ പോവാറാണ് ഉള്ളത്. അപ്പോൾ അവനിന്ന് കുറച്ച് നേരത്തെ പോവുകയാണ് എന്ന് പറഞ്ഞു കേട്ടോ. ഏട്ടൻ്റെ 2 കുട്ടികളും അവരും ഉണ്ട് കേട്ടോ. അവർ 2 ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തെങ്കിലും അവൻ പോകുമ്പോഴത്തേന് എന്തായാലും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൻ കൊണ്ടുപോയതൊന്നുമില്ല, അവിടെ നിന്ന് മേടിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതപ്പോൾ അവിടെ വാഷ് ബേസിലൊന്ന് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, കഴുകാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചായപ്പൊടി ഊറ്റിയെടുത്തപ്പോൾ അപ്പോൾ ആ സമയത്ത് അവിടെ കുറച്ച് ചായപ്പൊടിയൊക്കെ ചായയുടെ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അവിടെയുള്ള അടുപ്പിൻ്റെ അവിടെ ഉള്ളതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ചായക്കുള്ള മധുരം ഇടണം. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഉള്ള ചായ ആദ്യം മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അത് മധുരം ഇടാതെ മാറ്റി വയ്ക്കുകയാണ്. അമ്മയ്ക്ക് ഷുഗറുള്ളതല്ലേ, അപ്പം മധുരം ഇട്ട ചായ പറ്റില്ലല്ലോ. അപ്പം അത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞങ്ങൾക്കുള്ള ചായയിൽ മധുരമൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കത് അങ്ങോട്ട് നീറ്റാക്കി ഇട്ടാൽ പിന്നെ അവിടെ നമ്മൾ അടുക്കളയൊന്ന് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. എപ്പോഴൊന്നും നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, എങ്കിലും നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുക്കള നല്ല നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തിയിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അരി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് വെള്ളം കുറച്ച് ഒഴിക്കുകയാണ് കേട്ടോ. നല്ല തിളച്ചിട്ടില്ല, തിളയ്ക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിളക്കണതിൻ്റെ മുന്നേ തന്നെ അരിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്. അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ അരി കഴിയുന്ന സമയം വെള്ളം നല്ല തിളച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ആദ്യം കയ്യിലുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അതൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അരി. അപ്പോൾ അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചായ ആയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ.
അപ്പോൾ ഇതിന് അനുമോൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അച്ഛൻ രാവിലെ പോയപ്പോൾ കുറച്ച് നേരത്തെ പോയിട്ടോ, ഓട്ടം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് കുറച്ച് നേരത്തെ പോണേ. അപ്പോൾ പോയപ്പോൾ പറഞ്ഞിട്ടല്ല പോയി എന്നും പറഞ്ഞിട്ട്, അച്ഛൻ പറയാതെ പോയി എന്നും പറഞ്ഞിട്ട് അവൾ കരയുന്നുണ്ട് കേട്ടോ. അവളോട് പറഞ്ഞു പോകണം കേട്ടോ, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ വാശി പിടിച്ചും കൊണ്ട് നിൽക്കും. പറയാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ടോ. പിന്നെ ഫോണൊക്കെ വിളിച്ചു കൊടുത്തപ്പം പിന്നെ കരച്ചിലൊക്കെ നിർത്തിയിട്ടോ. അപ്പോൾ അത് എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ, പറഞ്ഞു പോകണം അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഏട്ടൻ രാവിലെ നേരത്തെ തന്നെ എണീപ്പിക്കണ്ടല്ലോ എഴുതിയിട്ട് മിണ്ടാതെ അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സേമിയ ഉപ്പുമാവ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം സേമിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കവറിൽ നിന്ന് എടുത്തിട്ട് പ്ലേറ്റിലേക്കാക്കി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ സേമിയം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം സേമിയം നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയത്തിൽ ഞാൻ എപ്പോഴൊന്നും ഇഞ്ചി ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. ഇഞ്ചി ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കും. അല്ലെങ്കിൽ വെറും ചെറിയുള്ളിയൊന്നും ചേർക്കാതെ വെറും കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ടിട്ട് വയ്ക്കും, തേങ്ങയൊക്കെ ഇട്ടിട്ട്. ഇന്നിപ്പോൾ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പം ഇന്ന് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ അത് ഇട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അതൊന്ന് ആയി വന്നപ്പം അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം തിളച്ചിട്ട് സേമിയം അതിലിട്ട് കൊടുക്കണം. അപ്പം ഞാൻ തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ബീറ്റ്റൂട്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലായിരുന്നു, അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം പൊന്നിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ വയ്ക്കുന്നത്. അവൻ കൊണ്ടുപോകണില്ല എന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും അത് വെച്ചെടുക്കണം. അപ്പം പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ സേമിയം വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ പഴം പുഴുങ്ങിയതും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം അതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഇനി അത് അടുപ്പത്തേക്ക് വേകാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊന്നുവിന് സേമിയം ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ അവനിങ്ങനെ പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ പഴം വഴറ്റിയതോ അങ്ങനെ എണ്ണയിലിട്ട് വഴറ്റില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നല്ല സേമിയ ഉപ്പുമാവ് കഴിക്കുള്ളൂ കേട്ടോ. അനുവിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അവൾക്ക് സേമിയ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് അങ്ങനെ പഴം പുഴുങ്ങിയത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊന്നൂന് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ പഴം പുഴുങ്ങിയതും ഉണ്ടാക്കണേ. അല്ലെങ്കിൽ പിന്നെ അവനൊന്നും കഴിക്കാതെ പോവുള്ളൂ കേട്ടോ, സ്കൂൾക്ക് പോകണതല്ലേ. അപ്പോൾ എന്തായാലും ഇതാ സേമിയത്തിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതാ സേമിയം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നുമൊക്കെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുമോൾ പല്ല് തേച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവൾ പല്ല് തേച്ചിട്ട് കുറച്ച് നേരം നിന്നിട്ട് പിന്നെയൊക്കെ ഉള്ളൂ കേട്ടോ കുളിക്കാനൊക്കെ പോവുക. അപ്പോൾ ഇങ്ങനെ കുളിക്കാൻ പോകുന്ന വരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കണം, കുളിക്കുക, പല്ല് തേക്കുക, ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നും വെക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും, എന്നാലുള്ളൂ അത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അവർ അങ്ങോട്ട് ബാക്കിക്കാവും കേട്ടോ. പിന്നെ വേഗം ചെയ്യും. അവൻ കുറച്ച് വലുതായില്ലേ, അനുമോളാണ്. അപ്പോൾ അവൾ പല്ല് തേക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതാ സേമിയം ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. സേമിയം പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ രാവിലെ അവളാണ് കേട്ടോ കുളിക്കാറുള്ളത്. വൈകുന്നേരം പിന്നെ ഞാൻ കുളിപ്പിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ കുളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അതുവരെ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ അതാ സേമിയം ആയിക്കഴിഞ്ഞിട്ട് ഇനി ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സവാള ഉണ്ട് കേട്ടോ ഞാൻ ഉപ്പേരിക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും എടുക്കുന്നുണ്ട്. അങ്ങനെ അത് എണ്ണ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പില എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ഉണ്ട് കേട്ടോ, പക്ഷേ ഞാൻ കുറച്ചേ ഉള്ളൂ അത് ഇട്ട് കൊടുത്തത്. അത് വാങ്ങിയതല്ലേ, അപ്പം മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് കറിവേപ്പിലയിലാണ് കൂടുതലും മരുന്നടിക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ
കുറച്ചേ ഉള്ളൂ ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇതാ ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഉപ്പും പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ അത് അവിടെ ഒന്ന് അടച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാ പഴം ആയിട്ടുണ്ട് കേട്ടോ. പഴം നല്ലോണം പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് പ്ലേറ്റിലേക്ക് ആക്കി വയ്ക്കുന്നുണ്ട്. ഇനി കുട്ടികൾക്ക് ചായയൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചൂടൊന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴം എന്ന് പറയുന്നത് പാകത്തിന് പഴുത്തിട്ടുള്ളൊരു പഴമാണ്. ഓവറായിട്ട് പഴുക്കാത്തത് കൊണ്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. പിന്നെ ഒന്ന് നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു നമുക്കൊരു ടേസ്റ്റ് തോന്നില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അതും എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ചായയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളത് എടുത്ത് കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉപ്പേരി ആയിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അതൊന്ന് നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പേരി ആവലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊണ്ടുപോകേണ്ട വെള്ളം ആക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊന്നും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ പൊന്നൂൻ്റെ കുപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ അവനുള്ളത് എന്തായാലും ആക്കി കൊടുത്തിട്ടുണ്ട്. അവൻ നേരത്തെ പോവല്ലേ, അപ്പോൾ അവനുള്ളത് ഞാൻ ആദ്യം ആക്കി കൊടുത്തു. പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പ്ലേറ്റ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അതവൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അതും ആക്കിയെടുത്ത് അവൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അനുമോളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള അവളെ പുറപ്പെടിക്കലാണ് കേട്ടോ. അവളെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം. അവളുടെ ക്ലാസ്സിൽ ഇന്ന് ക്ലാസ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ദിവസമാണ്. അപ്പം മുടിയൊക്കെ ഇങ്ങനെ 2 ഭാഗത്തേക്ക് കെട്ടിയിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളുടെ മുടി കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അവൾക്ക് യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തായാലും കഴിക്കില്ല, ബാക്കി ഇടുള്ളൂ. അപ്പോൾ ഞാൻ വാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ടാണ് പിന്നെ മുടിയൊക്കെ കെട്ടാൻ വേണ്ടി ഇരുന്നത്. പിന്നെ ഇനി മുടി കെട്ടലൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണെഴുതലും പൊട്ടിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം മരുന്ന് കൊടുത്തു. പിന്നെ ഏട്ടൻ വന്നിട്ട് ഏട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഏട്ടൻ അവളെ ആക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഇതാ ഞാൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അമ്മ നേരത്തെ ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് അമ്മ ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ടി വി ഒക്കെ കണ്ടിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മുറ്റം അടിച്ചു വാരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഒരു ഭാഗത്തു നിന്ന് അമ്മയും അടിച്ചു വാരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂമൊക്കെ ആദ്യം അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കോലായ അടിച്ചിട്ടുണ്ട്. പിന്നെ അനുമോള് അവളുടെ ബൊമ്മക്കുട്ടീനെ ഒരു ഭാഗത്താക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ച് വരുമ്പോൾ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇതങ്ങനെ കടത്തി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ അടിച്ചു വാരിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടയ്ക്കുന്നതിന് മുന്നേ തന്നെ തുണികളൊക്കെ ഒന്ന് സോപ്പ് പൊടിയിൽ ഇടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂമൊക്കെ ഒന്ന് തുടച്ച് വന്നിട്ടുണ്ട്. പിന്നെ കോലായ തുടച്ചിട്ടുണ്ട്. അപ്പം ഇന്നെന്ന് പറയുന്നത് ഈ ദിവസം കാറ്റൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല കേട്ടോ. അതാണ് പൊടിയൊക്കെ കുറച്ച് കുറവായിട്ടുള്ളത്. അല്ലെങ്കിൽ കാറ്റുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ അങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പൊടികളൊക്കെ അങ്ങോട്ട് താഴത്തേക്ക് വീണിട്ട് അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ കാറ്റിന് എന്തെങ്കിലും ഒരു കുറവുള്ള ദിവസമാണ്. അപ്പോൾ അത്രയ്ക്കൊന്നും പൊടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
അങ്ങനെ അകമൊക്കെ അടിച്ച് വാരി തുടച്ചിട്ട് പിന്നെ നേരെ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ ചോറ് വെച്ച ആ ഭാഗമൊന്നും ഞാൻ വൃത്തിയാക്കിയിട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കമ്പിച്ചകിരി ഇട്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ചോറ് വെച്ച ചെമ്പൊക്കെ ഒന്ന് കഴുകി വയ്ക്കാണ്ട് കുറച്ചൊക്കെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതും കൂടി കഴുകിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് അടുക്കള തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം അലക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കാം കേട്ടോ. അലക്കാനും കുളിക്കാനും. അപ്പോൾ അങ്ങനെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. ഇനിയും നിലം തുടയ്ക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ തുടച്ചിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കറി ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയില്ല കേട്ടോ. കറി തലേദിവസത്തെ സാമ്പാർ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് കറി വെക്കണില്ല എന്ന് കരുതി. അപ്പോൾ പിന്നെ തലേദിവസത്തെ മീൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചൂടാക്കി എടുത്തിട്ട് ഉച്ചത്തെ ഭക്ഷണം കാര്യങ്ങളും അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുട്ടികളെ കുറച്ച് നേരത്തെ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അവർ വന്ന വഴിക്ക് അവർ സേമിയ ഉപ്പുമാവ് കുറച്ചുണ്ടായിരുന്നു. അത് അനുമോള് അത് കഴിച്ചു കേട്ടോ. പൊന്നു വെറും പഴമാണ് കഴിച്ചത്. അങ്ങനെ അവർ ആ സമയത്ത് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ചായ അപ്പം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെയാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും അമ്മയൊന്നും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാവിലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു 2 ദോശയ്ക്കുള്ള ഒരു മാവുള്ളൂ കേട്ടോ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ചായക്ക് അതാണ് കേട്ടോ എടുത്തത്. ഞാൻ കുട്ടികൾക്ക് വേണം എന്ന് എഴുതിയിട്ട് സ്കൂളിട്ട് വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ മാവ്. അപ്പോൾ അവർ മീൻ കുറച്ചുള്ളതുകൊണ്ട് അവർ കുറച്ച് കഴിഞ്ഞിട്ട് അവർ ചായ കാര്യങ്ങളൊക്കെ കുടിച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചോറും ഉണ്ട് കേട്ടോ. മീനൊക്കെ കണ്ടുകൊണ്ട് ചോറൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയാണ് അത് കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ബാക്കിയുള്ളതൊക്കെ അവിടെ ഉള്ളതൊക്കെ കഴുകി ഒതുക്കി വെച്ചു. പിന്നെ ഇനി മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കി ഒരു ഭാഗത്താക്കി വെച്ചു. പിന്നെ വൈകുന്നേരത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് പിന്നെ അതൊന്ന് മുറ്റം അടിച്ച് വാരാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ അനുവിനും പൊന്നുവിനും അവർ രണ്ടാളും ഇട്ടിട്ടുള്ള യൂണിഫോം ഒന്ന് സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചു കേട്ടോ. മുറ്റടിക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ അത് അലക്കി ഇടാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അടിച്ചു വരുന്ന സമയത്ത് ഞാൻ അലക്കിയിട്ടിട്ടുള്ള തുണികളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെച്ചു. അകത്തേക്ക് എടുത്ത് വെച്ചു. അത് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ആവില്ല. അപ്പം അതൊന്ന് എടുത്ത് വെച്ചു. പൊന്നുവിൻ്റെ അതൊന്ന് അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്